ചരക്ക് സേവന നികുതി നിയമം നിലവിൽ വരുമ്പോൾ 103 രൂപയായിരുന്നു സംസ്ഥാനത്ത് കോഴിവില. 14% നികുതി ഇല്ലാതായതോടെ 87 രൂപയ്ക്ക് തിങ്കളാഴ്ച മുതൽ 1 കിലോ ചിക്കൻ വിൽക്കണമെന്ന് ധനമന്ത്രി ആവശ്യപ്പെട്ടു. ഒരു സമ്മർദ്ദത്തിനും സർക്കാർ വഴങ്ങില്ല. ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ പോകാം എന്നുള്ള ഒരു സന്ദേശം ഒരു വെല്ലുവിളിയായിട്ട് തന്നെ സർക്കാർ ഇതിനെ കാണുന്നു. അതുകൊണ്ട് കേരളത്തിലുള്ള പൗരബോധമുള്ളവരൊക്കെ ഇതിനെ ചെറുക്കാൻ തയ്യാറാണ്. 87 രൂപയേക്കാൾ കൂടുതൽ വിലക്ക് കേരളത്തിൽ ചിക്കൻ വിൽക്കാൻ പറ്റത്തില്ല. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെപ്കോ കോഴിവില കുറച്ചിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിലെ കോഴി ലോബികളുടെ ചൂഷണം തടയാൻ കെപ്കോ വഴിയും കുടുംബശ്രീ വഴിയും കോഴി വളർത്തൽ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതികൾ തയ്യാറാക്കും. പഴയ അസസ്മെന്റിൽ വാറ്റ് നിയമം ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ സർക്കാരുമായിട്ട് ചൊറിയാൻ വരണ്ട. പല്ലിളിച്ച് കാണിക്കുക സർക്കാരിനെ അനുവദിക്കില്ല. AC ഹോട്ടലുകൾ പഴയ 8% നികുതി ഭക്ഷണവിലയിൽ നിന്നും കുറച്ച ശേഷം 18% ഈടാക്കണം. AC ഇല്ലാത്തവ 5% കുറച്ച് 12% ഈടാക്കണം. തോന്നും പോലെ ടിക്കറ്റ് നിരക്ക് കൂട്ടാൻ തിയേറ്ററുകളെ അനുവദിക്കില്ല. റേഷൻ മണ്ണെണ്ണയ്ക്ക് വർദ്ധിച്ച 5% നികുതി സർക്കാർ ഡീലർമാർക്ക് നൽകും. MRPയിൽ കൂട്ടി വിൽക്കുന്നവരെ കണ്ടെത്താൻ പരിശോധനകൾ കർശനമാക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് 87 രൂപയ്ക്ക് കോഴിയിറച്ചി വിൽക്കണമെന്ന് സർക്കാർ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് വ്യാപാരികൾ. 120 രൂപയ്ക്കാണ് തമിഴ്നാട്ടിലെ ഫാമുകളിൽ നിന്ന് കോഴികളെ വാങ്ങുന്നതെന്നും ഈ സാഹചര്യത്തിൽ 87 രൂപയ്ക്ക് കോഴിയിറച്ചി വിൽക്കാനാവില്ലെന്നും വ്യാപാരി വ്യവസായി പൗൾട്രി അസോസിയേഷൻ പ്രതിനിധി ബിന്നി ഇമ്മട്ടി പറഞ്ഞു. കോഴിക്ക് അടിസ്ഥാന വില 100 രൂപ തീരുമാനിച്ചിരുന്നു. ഇപ്പൊ ആ 100 രൂപ തീരുമാനിച്ച വിലയിൽ നിന്ന് 87 രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കേരളത്തിലെ കോഴി കർഷകനോ പുറത്തുനിന്ന് വരുന്ന കോഴിയോ ഒരു കാരണവശാലും കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കില്ല. ഗവൺമെന്റ് കൊടുക്കണേ കൊടുത്തോട്ടെ. ഗവൺമെന്റ് സിവിൽ സപ്ലൈസ് വഴിയോ പെപ്പോ വഴിയോ കൊടുക്കണമെങ്കിൽ ഞങ്ങളുടെ എതിരില്ല. പക്ഷെ ഇപ്പൊ കോഴി കർഷകൻ ഒരു കാരണവശാലും ഈ വിലയ്ക്ക് കോഴി കൊടുക്കാൻ സാധിക്കില്ല.